ആളുകളുടെ ഇടയിലെ ഈ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് അങ്ങനെയുള്ള ആളുകളെ കാണാൻ ചെല്ലുമ്പോൾ ഒരു തെറ്റായ ധാരണയുണ്ട്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ എന്നെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കുമോ, എനിക്കെന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള ആളായിട്ട് കാണുമോ, അല്ലെങ്കിൽ സൊസൈറ്റി ഏത് തരത്തിൽ കാണും എന്നുള്ള ധാരണയിലാണ് പല ആളുകളും കണ്ടുവരുന്നത്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, കൗൺസിലേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഒരാളുടെയും മാനസിക പ്രശ്നങ്ങൾ അളക്കുക എന്നുള്ളതല്ല ആദ്യം ചെയ്യുന്നത്. ആളെ പഠിക്കുക, മനസ്സിലാക്കുക, മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ഉള്ളത് അത് കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നീടുള്ള സിറ്റിങ്സിലാണ് നമുക്ക് ആൾക്കൊരു പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. WHO പറയുന്നത് പോലെ WHOയിൽ ICD-11 ആണ് പുതിയ വേർഷൻ. അതിൽ F0 മുതൽ കുറേയധികം രോഗങ്ങൾ സൈക്യാട്രി റിലേറ്റഡ് ആയിട്ടുള്ള, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ രോഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രോഗങ്ങളൊക്കെയും ലക്ഷണങ്ങൾ ഉള്ളതാണ്. ഈ ലക്ഷണങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ, ഇത്ര ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആൾക്ക് ഈ രോഗം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നേരെ സൈക്യാട്രിക് ഡോക്ടർക്ക് റെഫർ ചെയ്യും. അവിടെയാണ് ഇത് സ്ഥിരീകരിച്ചിട്ട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റോ കൗൺസിലേഴ്സോ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൽപ്പെട്ട തെറാപ്പി കൗൺസിലിംഗ് കൊടുക്കുന്ന ആളുകളൊന്നും മരുന്ന് കൊടുക്കുന്നവരല്ല. ഇവരെടുത്ത് വരുന്ന എല്ലാ കേസുകളും മാനസിക രോഗമുള്ള കേസുകളല്ല. ചെറിയ പ്രശ്നങ്ങൾ, ആങ്സൈറ്റി, ചെറിയ സങ്കടങ്ങൾ വലിയ സങ്കടങ്ങളായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ, മനസ്സിൻ്റെ ചില വ്യതിയാനങ്ങൾ, അവിടെയൊക്കെ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിനോ പ്രൊഫഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനോ അല്ലെങ്കിൽ ഒരു കൗൺസിലർക്കോ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ആർക്കും എല്ലാ തരത്തിലും ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം. ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ, ഇപ്പം നമുക്കറിയാം ആത്മഹത്യ കുട്ടികളുടെ ഇടയിൽ വളരെയധികം കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം, എല്ലായിടത്തും നമുക്ക് ഈ അവയർനെസ് എത്തിക്കാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിൽ ചെറിയ ലക്ഷണങ്ങളോ പ്രശ്നങ്ങളോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സ്, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഏറ്റവും ആദ്യം അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ ആരാണോ അവരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഫോൺ അഡിക്ഷൻ, ലേണിംഗ് ഡിസബിലിറ്റി, ഇതൊക്കെ കണ്ടെത്തി എത്തിക്കാൻ പറ്റുന്നതും അതിന് ഒരു നിർദ്ദേശം പരിഹരിക്കുക എന്നുള്ളതല്ല, സൊല്യൂഷൻ അതെങ്ങനെയാണ് നമുക്ക് അതിലേക്ക് ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി, ADHD ഉള്ള കുട്ടികളാണെങ്കിൽ പോലും അവരെ നമുക്ക് ഏത് തരത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും, എവിടത്തേക്ക് റെഫർ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ട്രെയിനിങ് മെത്തേഡ്സ് സ്വീകരിക്കാൻ പറ്റും, ഏതൊക്കെ തരത്തിൽ കുട്ടികളോട് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും പറഞ്ഞ് മനസ്സിലാക്കാനും ഗൈഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് ഈ ആളുകൾക്കാണ്. അതുകൊണ്ട് ഒരു തരത്തിലും തെറ്റിദ്ധാരണ വേണ്ട. കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് മാനസിക രോഗം മാറ്റാനിരിക്കുന്ന ആളുകളല്ല. ഓക്കെ.